ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ഡേ പകുതി ആയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടേകാലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു സിനിമയ്ക്ക് പോകാം, പുറത്തൊക്കെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പോവാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഓൾറെഡി വെച്ചേക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോയി കുളിച്ച് റെഡിയായി ഇട്ടൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ കേട്ടോ. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ. ഇതിനും ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അപ്പോൾ ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ട് വരാം കേട്ടോ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു കേട്ടോ. ഇനി ഇതുണ്ടോ പിരിയം നല്ലോണം വളർന്നിട്ടുണ്ട്. എനിക്കത് ബ്ലേഡ് വെച്ചിട്ട് എടുക്കണം. ഇത് വെച്ചാട്ടോ ഞാൻ എടുക്കുന്നത് പിരിയം. ഞാൻ ദുബായിൽ വന്നതിൽ പിന്നെ പാർലറിൽ പോയി ഞാൻ എടുത്തിട്ടേ കേൾക്കാം. നമുക്ക് അറിയില്ലല്ലോ, എനിക്ക് എവിടെയാണ് പോയി എടുക്കാമെന്നും നമ്മൾ നാട്ടിലൊക്കെ അറിയുന്ന പോലെ ഇവിടെ അറിയത്തില്ല. ഷോപ്പൊക്കെ അറിയാം, എങ്കിലും നമ്മൾ നാട്ടിലൊക്കെ എടുക്കുന്ന പോലെ അവരെടുക്കുമോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇതുവരെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ച് തന്നെ എടുക്കുന്നത്, കുളമാക്കുന്നത്. ഓക്കെ, ഇത് വെച്ച് തന്നെ എടുക്കാം. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വളച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ എടുക്കും. അപ്പോൾ അറിയാത്തവരൊന്നും ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. പാർലറിൽ പോയി തന്നെ എടുക്കുന്നതാണ് ബെറ്റർ. എനിക്കറിയാം ഇതെങ്ങനെ പിടിക്കുക, ഇതെങ്ങനെ പിടിച്ചാൽ എങ്ങനെ വരും എന്ന് എനിക്കറിയാം. അല്ലാത്തവർക്ക് ചിലപ്പോൾ കയ്യിലിരുന്ന് തെറ്റിപ്പാനുള്ള ചാൻസ് ഉണ്ട്, മുറിയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. എനിക്കും ഇടയ്ക്ക് മുറിയാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്യണമെന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ പിരിവെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഫുള്ള് എടുത്തിട്ടില്ല, കുറച്ചൊക്കെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഞാൻ ഈ മോയ്സ്ചറൈസർ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഗ്ലിസറിൻ ക്രീം. ഇത് ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. എനിക്കിത് കുറേയൊക്കെ ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. അടുത്ത് കുറച്ച് ഫൗണ്ടേഷൻ ഇടാം. കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. ഇത് മേബിലിൻ്റെ കേട്ടോ. മെബിലിൻ കുറച്ച് എടുത്തുള്ളൂ. എനിക്ക് കൈ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, എങ്കിലും കൈ വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് കുറേ കൂടെ കംഫർട്ടബിളാണ്. അതുകൊണ്ടാട്ടോ ഞാൻ കൈ വെച്ച് ചെയ്യുന്നത്. ബ്രഷ് വെച്ച് യൂസ് ചെയ്യുന്നവർക്ക് അതും ചെയ്യാം കേട്ടോ. ഞാനിത് കൈ വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. ഐബ്രോ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ടേ. അടുത്തത് ഞാൻ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, ഇങ്ങനെ കുറച്ച്. കണ്ണെഴുതുന്നത് മിക്കപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഞാൻ 2 കണ്ണനും എഴുതിയിട്ടുണ്ട്, ഐലൈനർ എഴുതിയിട്ടുണ്ട്. ഇനി കുറച്ച് കാജലൂടെ ഇട്ട് കൊടുക്കുക. ഇത് ഷുഗറിൻ്റെ കാജലാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അത് നല്ലതായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് അതെടുക്കുന്നത്. ഷുഗറിൻ്റെ കാജൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് കാജലാണ്. അത് ഒരു കുറേ നാളായിട്ട് 2 വർഷം കൂടുതലായിട്ട് ഞാൻ അത് തന്നെ ആട്ടോ യൂസ് ചെയ്യുന്നത്. നല്ലതായിട്ട് ലോങ് ലാസ്റ്റിങ് ചെയ്യും. പിന്നെ എന്തോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഷുഗറിൻ്റെ കാജൽ കേട്ടോ. അതുകൊണ്ട് അത് തന്നെ ഞാൻ റിപ്പീറ്റായിട്ട് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. ഇവിടോട്ട് വന്നപ്പോഴും ഞാനത് വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി എന്തുവാ ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്ക് ഇടാം അല്ലേ. ഫസ്റ്റ് ഞാൻ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കണേ. ഇതൊരു ബ്രൗൺ കളർ ലിപ് ലൈനർ കേട്ടോ. അതിട്ടിട്ട് റെഡ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇതൊരു റെഡ് ലിപ്സ്റ്റിക്കാണ്, നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യും. ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ഇവിടെ വന്ന ശേഷം മേടിച്ചതാണ് കേട്ടോ. നല്ല ലിപ്സ്റ്റിക്കാണ് ഇത്, നല്ലതായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. ഫുഡൊക്കെ കഴിച്ചാലും അങ്ങനെ പോകത്തൊന്നുമില്ല. ഇനി ഒരു പൊട്ടോടെ തൊട്ട് കൊടുക്കാം. ഇത് ഫിലിപ്സിൻ്റെ ഒരു ഡ്രയർ കേട്ടോ, നല്ലതായിരുന്നു. അപ്പം ഞാൻ മുടിയെല്ലാം ഉണക്കി കേട്ടോ. അതെ, ആക്ച്വലി എൻ്റെ മുടിയെല്ലാം പോയി. എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു കേട്ടോ പണ്ട്. ഇപ്പോൾ എല്ലാം പോയി. ഇവിടെ വന്ന് ഇവിടുത്തെ ക്ലോറിൻ വെള്ളം, ഇവിടുത്തെ ക്ലൈമറ്റ്, നല്ല മുടി കൊഴിച്ചില്ല. എൻ്റെ മുടിയിലാണ് താരനേ ഇല്ലായിരുന്നു. ഇവിടെ വന്ന ശേഷം എനിക്ക് മുടി കൊഴിച്ചിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ മുടി ഒരു പോണിറ്റെയിൽ പോലെ കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ മുടി കെട്ടിക്കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല, ഇങ്ങനെ കാണാമോ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സിന്ദൂരം കൂടി ഇട്ട് കൊടുക്കാം. ഇത് സിന്ദൂരത്തിൻ്റെ പേസ്റ്റ് ആട്ടോ. ഇതിട്ടിട്ട് സിന്ദൂരത്തിൻ്റെ പൗഡർ ഇടുമ്പോൾ
അതങ്ങനെ പോവില്ല, ലോങ് ലാസ്റ്റ് ചെയ്ത് നിന്നോളൂ. തുടയ്ക്കണം. ഇത് സിന്ദൂരത്തിൻ്റെ പൊടിയാണ് കേട്ടോ, അതും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഇത് വാങ്ങേണ്ടേ വന്നിട്ടില്ല, അതങ്ങനെ തീരത്തില്ലല്ലോ, കുറച്ചല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സിന്ദൂരമൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നട ഈ വാച്ച് അവിടെ നിന്ന് കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബാഗ് കൂടെ കൊണ്ട്, അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ചെരുപ്പിട്ടില്ല. അപ്പോൾ ഈ ചെരുപ്പാട്ടോ ഞാൻ ഇടുന്നത്, ഇത്തിരി പുതിയ ചെരുപ്പാട്ടോ. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. അപ്പം നമുക്ക് പോയിട്ടും വരാം. ഞാൻ ഇറങ്ങി, അതിനിപ്പോൾ ലിഫ്റ്റിന് പോകാനായിട്ട് നിൽക്കുക കേട്ടോ. അപ്പം ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ താഴെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സ്നാക്സ് എന്തെങ്കിലും മേടിക്കാം. അതായത് തിയേറ്ററിൽ ചെല്ലുമ്പോഴേ അവിടെ ഈ എന്താ പോപ്കോണും അങ്ങനെയൊക്കെയുള്ള അല്ല എന്തിനും കഴിക്കാനായിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതോട് വാങ്ങിച്ചോണ്ട് പോകാം. നമ്മൾ അക്കോമഡേഷനിൽ നിന്ന് ഇങ്ങനെ ആട്ടോ എക്സിറ്റ് അടിക്കാം. നിൽക്കുമ്പോൾ ഇത് തുറക്കും. ഇത് നമ്മുടെ പാർക്കിംഗ് ആട്ടോ. ഇവിടുന്ന് 3-4 എക്സിറ്റ് ഉണ്ട് അക്കോമഡേഷനിൽ നിന്ന്. ഞാൻ ഈ എക്സിറ്റ് വഴിയാണ് ഇറങ്ങിയത്. നല്ല സൗണ്ടായിരിക്കും, എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് കേൾക്കാമെന്നൊന്നും. ഒട്ടും സൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കാമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. കാരണം ഒന്നും അങ്ങനെ കേൾക്കില്ല. ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഒന്നും അങ്ങനെ കേൾക്കുന്നില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനമെല്ലാം മേടിച്ചിട്ട്, സാധനം എന്ന് വെച്ചാൽ സ്നാക്സ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഇവിടുന്ന് അക്കോമഡേഷനിൽ നിന്ന് ബസ്സുണ്ട്. അക്കോമഡേഷനിൽ നിന്ന് ബസ്സിൽ കയറിയിട്ട് ചേട്ടൻ വർക്ക് ചെയ്യുന്നിടത്ത് പോകും. അവിടെ അടുത്താണ് തിയേറ്ററും മെട്രോയും എല്ലാം. അപ്പോൾ അങ്ങോട്ട് പോകും. 7 മണിക്കാണ് ബസ്. ഇപ്പോൾ ഒരു 6:20 ആയിട്ടേ ഉള്ളൂ. ഇവിടുന്ന് നേരെ ബസ് പിടിച്ച് ഫ്രീ ആട്ടോ, ബസ്സിന് പൈസ ഒന്നും കൊടുക്കണ്ട. അക്കോമഡേഷൻ്റെ ബസ് തന്നെ, ഹോട്ടലിൻ്റെ ബസ് തന്നെ. അപ്പോൾ നമുക്ക് സാധനം മേടിക്കാം. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ്. അത് കുറച്ച് സ്പേസ് ഉള്ള വലിയ സൂപ്പർ മാർക്കറ്റാണ്. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഒരു എക്സിറ്റ്. അതിൽ നമുക്ക് കയറി പോകാൻ ഇറങ്ങി വരികയൊക്കെ ചെയ്യാം. അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതൊരു തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് നോ ഗോൾഡ് സോക്ക് സെൻ്റർ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മാളാട്ടോ. ഇത് ഓവർ ബ്രിഡ്ജ് പണി നടക്കുന്നത് ഇവിടുത്തെ ദേറയില കേട്ടോ. ഇതൊക്കെ നമ്മുടെ പാർക്കിംഗ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനമൊക്കെ മേടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇഷ്ടപ്പെടില്ല. എല്ലാം ഇങ്ങനെ ബന്ന് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് അല്ല, അല്ലെങ്കിൽ കറുമുറയൊന്നും അധികം ഒന്നും കണ്ടില്ല. പിന്നെ മധുരമുള്ളതും ഒക്കെ അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. എങ്കിലും 1-2 എണ്ണമൊക്കെ ഞാൻ വാങ്ങിച്ചു. എല്ലാം ബ്രെഡൊക്കെ ആയിരുന്നു. പിന്നെ ഒരു പക്കാവടയും മുറുക്കും ജ്യൂസും ഒക്കെ വാങ്ങിച്ചായിരുന്നു അകത്തുനിന്ന്. അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് ഇറങ്ങി ബസ് കയറാനായിട്ട് പോകും. പുറത്ത് വരും. 7 മണിയാവാൻ സമയമുണ്ട്, ഇനി അവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ 7:05 ബസ് വന്നിട്ടില്ല. നല്ല ട്രാഫിക് ആയിരിക്കും, അതുകൊണ്ടാണ് ബസ് ലേറ്റ് ആവുന്നത്. അതെൻ്റെ മുഖത്ത് നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ആ വിഷമം. നിന്ന് കാല് നല്ലോണം വന്നു ഒന്നും. അങ്ങനെ നിന്നപ്പോൾ 7:10 ആയപ്പോൾ ബസ് വന്നു. വരുമ്പോൾ നല്ല ഫുള്ളായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇതാട്ടോ ഫുൾ ബസ്സിൻ്റെ ഒരിത്. ഓക്കെ, അവരിറങ്ങിയിട്ട് ഞാൻ കയറും കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ റോഡ് കണ്ടാൽ തന്നെ അറിയാം ഇവിടെ പണി നടക്കുന്നതിൻ്റെ, ഓവർ ബ്രിഡ്ജിൻ്റെ പണി നടക്കും. അതുകൊണ്ട് ഭയങ്കര റഷാണ് റോഡൊക്കെ. പിന്നെ എപ്പോൾ കയറിയാലും എനിക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരുന്നാലേ എനിക്ക് ഫ്രണ്ടൊക്കെ റോഡൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഓക്കെ, ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ ഞാൻ വന്ന ബസ്. ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു വരാൻ ലേറ്റ് ആവും, ഇറങ്ങാൻ പറ്റില്ല എന്ന്. എന്നിട്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് കണ്ടത്. എപ്പോഴും ഇങ്ങനെ പറ്റിക്കുന്ന സ്വഭാവമാണ്. കിട്ടി നമ്മുടെ ചർക്കട കിട്ടി. ഓക്കെ, ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളല്ലോ, അപ്പോൾ കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ഹോട്ടലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതൊക്കെ നെസ്റ്റോയും കാര്യങ്ങളൊക്കെ. ഇത് മെട്രോ ആട്ടോ. ഇനിയിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് റീഫ് മാളോ സംതിങ് അങ്ങനെ എന്താണ് എൻ്റെ പേര്. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള കാർഡുകളൊക്കെ കിട്ടും കേട്ടോ. ഇത് ബ്യൂട്ടി പാർലറിൻ്റെയാണ് കാർഡ്. നോക്കുക, കാണുക, കളയുക, അത്രയേ ഉള്ളൂ. പിന്നെ അതൊക്കെ അങ്ങനെ നമ്മളങ്ങനെ പോകുന്നില്ലല്ലോ. പിന്നെ ഇതിപ്പം ഇത് ലാസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ പൂക്കളൊന്നും ഞാൻ കണ്ടില്ല.
ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ പെട്ടെന്ന് പൂത്ത, ഇവിടുത്തെ പൂക്കളൊക്കെ ഇങ്ങനെ പെട്ടെന്നാണ് പൂക്കുന്നതും കരിയുന്നതും ഒക്കെ. പിന്നെ ഇവിടെ എല്ലാ റോഡിലും ഇങ്ങനെ കാർഡുകളായിരിക്കും. ഈ തരുന്നതൊക്കെ ബ്യൂട്ടി പാർലറിൻ്റെ കാർഡാണ് കേട്ടോ. ഇത് 1 to 10 ആട്ടോ. ദേറയിലുള്ള ഗിഫ്റ്റ് വില്ലേജ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. നല്ല അഫോർഡബിളായിട്ട് എല്ലാം വാങ്ങാൻ കിട്ടും. ഡ്രസ്സാണേലും എല്ലാം വാങ്ങാൻ കിട്ടും. പിന്നെ ഈ സൺഡേ ആയിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു റോഡിലൊക്കെ. പിന്നെ ഈ അവിടെ എല്ലാം നല്ല റഷായിരുന്നു. നടക്കുന്ന ആൾക്കാരാണേലും ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, 2 നില ബസ്, ഡബിൾ ഡെക്കർ ബസ്. ഇതുവരെ അതിൽ കയറിയിട്ടില്ല. ഇനി ഒരു ദിവസം കയറണം. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഷോപ്പിലെത്തി കേട്ടോ കഴിക്കാനായിട്ട്. ആദ്യം ടെറ്റർ കോക്കനട്ട് ആട്ടോ വന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു അതിന്. അത് ഒറിജിനൽ സാധാ ഷോപ്പിലൊന്നും അങ്ങനെ അല്ലാതെ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കിയാണ് തരുന്നത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോഴത്തേക്ക് ഫുഡൊക്കെ വന്നു. മിക്സഡ് ഗ്രില്ലാട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് കഴിച്ചിട്ടൊക്കെ ഇറങ്ങി. നമുക്ക് ടാക്സിയൊക്കെ കിട്ടി. അതൊക്കെ പെട്ടെന്ന് അവിടെ തന്നെ കിട്ടും കേട്ടോ. നല്ല തിരക്കായിരുന്നു റോഡിൽ. ഒരുപാട് നേരം എടുത്തു ഞങ്ങൾ എത്താനായിട്ട്. പിന്നെ സൺഡേ ആയതുകൊണ്ടല്ല ഇങ്ങനെ ബ്ലോക്ക്. പൊതുവേ ഇവിടുത്തെ റോഡുകളൊക്കെ എപ്പോഴും ഇങ്ങനെ തന്നെ ബ്ലോക്ക് ഉണ്ടാവും കേട്ടോ. കാണുന്നത് മെട്രോയും അതിൻ്റെ ബിൽഡിങ്സും ഒക്കെ ഉണ്ട്. നല്ല രസമാണ് അതൊക്കെ കാണാൻ. പക്ഷേ ബ്ലോക്കാണെങ്കിൽ നമുക്കിതൊന്നും ആസ്വദിക്കാനായിട്ട് പറ്റില്ല. ഇരുന്നിരിപ്പിൽ എനിക്ക് വിഷമവും സങ്കടങ്ങളും ഒക്കെ വരിക. കാരണം ഭയങ്കര ബ്ലോക്കായിരുന്നു. ഒരുപാട് നേരം വണ്ടിയിലിരുന്നു. പിന്നെ അവസാനം ഞങ്ങൾ എത്തി. ദേറ സിറ്റി സെൻ്ററിലാട്ടോ ഞങ്ങൾ സിനിമ കാണാനായിട്ട് വന്നത്. VOX. ഞാൻ പറഞ്ഞില്ല, സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. മാളിലാണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ അത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമ കാണാൻ വന്നപ്പോൾ നല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നല്ല തിരക്കായിരുന്നു സൺഡേ ആയതുകൊണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ സിനിമ തിയേറ്റർ ഉള്ളത്. ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. പിന്നെ ഇവിടെ എല്ലാ ബ്രാൻഡ് ഷോപ്സും ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി കേട്ടോ. തിയേറ്ററിലെത്തി. നല്ല രസമാണ് ഇവിടെ കാണാൻ. ഫുൾ ഞങ്ങൾ വന്നപ്പോൾ അമരൻ സിനിമയില്ലേ, അതിൻ്റെ ഫുള്ള് രസമായിരുന്നു കാണാൻ. ഹായ് പറ. ഇവിടെ നമ്മുടെ പോപ്കോൺ ഈ സ്ഥലം. പുഷ്പ ഇത് കാണാനാട്ടോ വന്നത്. ഇവിടെ നല്ല തിരക്കാണ്. പുള്ളി നോക്കുന്നത് സീറ്റാട്ടോ. സീറ്റ് അറേഞ്ച്മെൻറ്റ് എവിടെയായിരിക്കുന്നതെന്നൊക്കെയാണ് നോക്കുന്നത്. ഞങ്ങൾ ചെന്നൊക്കെ ഇരുന്നു. സിനിമ കഴിഞ്ഞ് ഇറങ്ങി. സൂപ്പർ പടമായിരുന്നു. ആ സമയം 12:30. ഭയങ്കര സൗണ്ടാട്ടോ അവിടെ. അതുകൊണ്ടാട്ടോ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ഷോപ്പുകളൊക്കെ ഏകദേശം എല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. 12:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ആൾക്കാർ, തിയേറ്ററിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. 12:30 ഷോയ്ക്ക് കയറാനും നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഞാനിവിടെ വന്നിട്ട് മിക്കവാറും എല്ലാ സിനിമയും കാണാൻ പോകാറുണ്ട്. ഹോസ്റ്റലറാണേലും അങ്ങനെയുള്ള എല്ലാ സിനിമകളും ഞാൻ തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. എൻ്റെ ദൈവമേ, എന്തോ തിരക്കായിരുന്നു അറിയുമ്പോൾ സിനിമ കാണാൻ. ഫുള്ളായിരുന്നു, തിയേറ്റർ ഫുള്ളായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് തിയേറ്ററിൽ ഫുള്ളായിട്ട് ആളെ കാണുന്നത്. ഫുള്ളായിരുന്നു. നല്ല സിനിമയായിരുന്നു. ഒരു 80% ആൾക്കാരും ഈ സിനിമ ഒരു കോമഡി പടമായിട്ട് കാണാൻ പോകുന്നവരാണ്. പക്ഷേ ചെല്ലുന്നവർക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. നല്ല സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ടാക്സികളിങ്ങനെ വന്ന് കിടക്കും. നമുക്ക് ജസ്റ്റ് കയറിയാൽ മാത്രം മതി. ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ രാത്രി എത്ര സമയത്ത് വന്നാലും ഇവിടെ ഇങ്ങനെ ടാക്സികൾ കിട്ടും. അല്ലെങ്കിൽ കരിമീൽ ബുക്ക് ചെയ്യാനും പറ്റും. ഞങ്ങൾ കൂടുതലും കരിമീൽ ബുക്ക് ചെയ്തിട്ടാണ് പോകാറുള്ളത്. പിന്നെ ഞങ്ങൾ ടാക്സിയിൽ കയറിയതാട്ടോ. സിറ്റി സെൻറ്റർ ദേറാന്ന് ഞാൻ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. പിന്നെ ഇപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നല്ല തിരക്കൊക്കെ കുറഞ്ഞു. എങ്കിലും തിരക്കുണ്ടായിരുന്നു. കണ്ട പൂക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞ പൂക്കൾ ഇവിടെ ഉണ്ട്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അതാട്ടോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം പൂക്കൾ കാണുമ്പം. അപ്പോൾ വീഡിയോസ് എടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലാട്ടോ ഇരുന്നത്. അപ്പം കറക്റ്റായിട്ടെല്ലാം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടിൽ തന്നെ ഇരുന്നത്. ചേട്ടനും പറഞ്ഞു നീ ഫ്രണ്ടിൽ ഇരുന്നു, അപ്പം കറക്റ്റായിട്ടെല്ലാം വീഡിയോസ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ടിലായിരുന്നത്.
പിന്നെ റോഡിൽ അങ്ങനെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും സമയമായില്ലെങ്കിലും വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിപ്പം റോഡ് സൈഡിലുള്ള കാഴ്ചകളൊക്കെ എനിക്കതൊക്കെ വലിയ ഇഷ്ടമാണ് ഇങ്ങനെ എടുക്കാൻ. അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ മുമ്പോട്ട് വന്നപ്പോൾ ഇത് ദുബായ് ഫ്രെയിം കണ്ടു കേട്ടോ. അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കാണുന്നതാണ്. ഇതുവഴി പോകുമ്പോൾ എല്ലാം ഞങ്ങളുടെ അക്കോമഡേഷനിലോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് ഇത് കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അക്കോമഡേഷനിലോട്ട്. പിന്നെ ഞങ്ങളങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ ഇത് കീ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് അകത്ത് കയറാനായിട്ട് അക്കോമഡേഷനിൽ താമസിക്കുന്നവർക്കൊക്കെ ഒരു ആക്സസ് കാർഡുണ്ട്. നമ്മൾ ആ ആക്സസ് കാർഡ് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കത് ഡോർ ഓപ്പണായി കിട്ടും. ഈ ഡോറല്ല, അതിനകത്തുള്ള ആ ഡോറ്. ഇതിപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്ത് കഴിയുമ്പം ഇത് തുറന്ന് കിട്ടും. അപ്പോൾ നമ്മൾ അകത്ത് കയറും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. പിന്നെ ഇത്രയും രാത്രിയായതുകൊണ്ട് ഈ ഒരു സൈഡിൽ അങ്ങനെ സെക്യൂരിറ്റി ഇല്ലായിരുന്നു. അല്ലെങ്കിലും ഇവിടെ അങ്ങനെ സെക്യൂരിറ്റി ഇല്ല. അപ്പുറത്തെ മെയിൻ എൻട്രൻസിലാണ് സെക്യൂരിറ്റി ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇത് 6th ഫ്ലോറാട്ടോ. ഞങ്ങളങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം അവസാനിപ്പിച്ചിട്ട് ഉറങ്ങാനായിട്ടുള്ള പോക്കാണ്. നല്ല ടയേർഡായിരുന്നു കേട്ടോ. ചേട്ടൻ പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ, നല്ല ടയേർഡായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്, എങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.